ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാന് ഇന്ന് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നത് നടീലുമായിട്ടാട്ടോ. നടുന്നത് പച്ചക്കറിയൊന്നുമല്ല, കുറച്ച് പൂച്ചെടികളാ. ഞാൻ ഹാങ്ങിങ് പാത്രം കുറച്ച് ഹാങ്ങിങ് കൊണ്ടുപോയി വെച്ചിരുന്നു നട്ടിട്ട് ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിട്ട് കുറെ ദിവസമായി, ഒഴിവ് കിട്ടിയില്ല. ഇനി ഓരോ കാരണങ്ങൾ കൊണ്ടിട്ട് പച്ചക്കറി നടൽ തന്നെ ഇപ്പൊ മെയിനായിട്ട്. ഇപ്പൊ അതിന്റെ സമയമാണല്ലോ. ഇപ്പോ ശീതകാല പച്ചക്കറിയൊക്കെ നടുന്ന ഒരു ടൈം ആയതുകൊണ്ട് അതിലേക്ക് അങ്ങ് മുഴുകിപ്പോയി. ഇപ്പൊ ഈ ഹാങ് ചെയ്യാനുള്ള പാത്രം കൊണ്ടുപോയി വെച്ചിട്ട് നടാനായിട്ടില്ല. മുളച്ച് വലുതായി പോയി. വെക്കേണ്ട ഞാൻ വിചാരിച്ചതൊക്കെ മുളച്ച് വലുതായി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോ ഐറ്റംസ് ഞാൻ ഏതെല്ലാം പൂച്ചെടികളാണ് ഞാൻ നടുന്നെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. എന്നാ വരി, നമുക്ക് പൂച്ചെടികൾ നടാലോ. ഹാങ് ചെയ്യാൻ നിങ്ങളെ വീട്ടിലൊക്കെ ഹാങ്ങിങ് ഒക്കെ ഉണ്ടോ? ചെയ്യലുണ്ടോ? അങ്ങനെ തൂക്കിയിടലുണ്ടോ? അല്ല നിലത്തോ പോട്ടിലോ? കൂടുതൽ ഇപ്പൊ പൂച്ചട്ടികളിലാണല്ലോ. പച്ചക്കറി പോലല്ലല്ലോ, പൂച്ചട്ടികളിലാണല്ലോ നമ്മള് പൂച്ചെടിയൊക്കെ നടല്. എൻ്റെ അടുത്ത് ഇവിടെ അങ്ങനെ സൈഡിൽ ഇങ്ങനെ കുറേ പൂച്ചെടികളുണ്ട്. പലതരം. ഒരു സൈഡിൽ ഫുള്ള് ഡെയ്സി, പിന്നെ ജെറേനിയ, അങ്ങനെ ഓരോ ഐറ്റംസ് ഓരോ സൈഡ്. ചെണ്ടുമല്ലി വരെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഹാങ് ചെയ്യാൻ നോക്കാം. എന്നാ വരി, ഞാന് ഹാങ്ങിങ് പോട്ട് ഇതാ കൊറെണ്ണ ഇത് ഓൺലൈനിൽ വരുത്തിച്ചതാ. എന്ത് കാഴ്ചക്ക് ഇങ്ങനെ ചെറുതാണ്, ഇതിൽ കുറെ കൊള്ളു. എന്താ നല്ല ഭംഗിയുള്ള പലതരം കളർഫുൾ. അതിനുള്ള ഹാങ്ങിങ്ങില് കയറല്ലേ നമ്മൾ ഇവിടുന്നൊക്കെ വാങ്ങുന്നത്. ഇതിനൊരു ചങ്ങലയാ. എന്താ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെയാണ് ഹാങ്ങിങ് പോട്ട് ഉണ്ടാവുക. അപ്പൊ അത് മുമ്പിൽ ഇപ്പൊ നമുക്ക് പച്ചക്കറി അങ്ങനെ വെക്കുന്നത് ശരിയില്ലല്ലോ. ഇപ്പൊ നമുക്ക് പൂച്ചെടി തന്നെയാണല്ലോ ഹാങ് ചെയ്യാൻ നല്ലത്. ഇപ്പൊ ഞാൻ ഇതില് എല്ലാത്തിലേക്കും വ്യത്യസ്ത തരം, ഒരേപോലത്തെ ചെടി വെക്കുന്നില്ല. പലതരം ചെടികൾ, പൂക്കളുള്ളതാ അപ്പൊ ഞാൻ വെക്കുന്നത്. മുമ്പിൽ ഇങ്ങനെ വെച്ചാല് ആദ്യം ഞാൻ എവർഗ്രീൻ വെച്ചിരുന്നു. ഈ എവർഗ്രീൻ വെച്ചാലുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അത് വെയിൽ തട്ടുമ്പോ ചുവന്നു പോവുക. ഒക്കെ എടുത്ത് മാറ്റി, എല്ലാം എടുത്ത് മാറ്റി. ഇനിയിപ്പൊ എന്റെ ഹാങ് ചെയ്യുന്ന സ്ഥലത്ത് വെയിലായത് കൊണ്ട് നല്ല വെയിൽ പറ്റുന്ന സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടികളെ ഇനി വെക്കുന്നുള്ളൂ. അങ്ങനത്തെ വെക്കുന്നത്. ഇതാ ഹോൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. കിട്ടുമ്പോ തന്നെ ഉണ്ട്, ഹോൾസ് എല്ലാം ഉണ്ട്. ഇത് സാധാ ഒരു പോട്ടല്ല, എന്തോ ഒരു പ്രത്യേകത ഇതിനുണ്ട്. വെയിറ്റും കുറവാണ്. ഇതൊക്കെ അതിന്റെ ചങ്ങലയാ. ഇനി ഞാൻ പോട്ടി മിക്സ് നടക്കട്ടെ കേട്ടോ. ഞാൻ എല്ലാത്തിലും ഇത് അങ്ങുണ്ടട്ടെ. ഇത് ചകിരി, നമുക്ക് മേല് തേക്കുന്ന ചകിരി പോലെ ആയിട്ടുണ്ട്. ഇതിന്റെ ചോറൊക്കെ പോയിട്ടുണ്ട്. ഇത് ബെഡായിരുന്നല്ലോ. അപ്പൊ ബെഡ് പൊളിച്ചതാണല്ലോ. നമ്മൾ ഉദ്ദേശം എന്താ, മണ്ണ് ഒലിച്ചു പോവരുത്, പിന്നെ വെള്ളം കുറച്ച് പിടിച്ച് നിക്കണം, അതല്ലേ ആ ഉദ്ദേശം ഇതിന് നടക്കും. ഞാൻ എല്ലാത്തിലും ഇട്ട്, കുറച്ചുകൂടി ഉണ്ട് ആ ചകിരി കൊണ്ടുവരണം. കുറച്ചും കൂടി എല്ലാത്തിലും ചകിരിച്ചോറിട്ട്. ഇനി ഞാൻ കരിയില കമ്പോസ്റ്റ് ഇടുന്നത്. വെയിറ്റ് കുറയണല്ലോ. എന്റെ കളറ് കണ്ടോ? ഇടക്ക് കല്ലൊന്നും തീരെ പറ്റൂല, കാരണം വെയിറ്റ് ഉണ്ടാകാൻ പാടില്ല ഇതിന്. തൂക്കിയിടുന്നതല്ലേ. പ്ലാസ്റ്റിക്കും കല്ലും ഉണ്ടെങ്കിലേ എടുത്ത് ചാടിയാല് ഹാങ്ങിങ് ചെടി ഒരു ഭംഗിയാ. ഒന്നിന്റെ താഴെ ഒന്ന് തൂക്കിയൊക്കെ അങ്ങനെ പലതും ഞാൻ കളിച്ചു നോക്കിയതാ. ഇപ്പൊ ഞാൻ അതൊന്നൊക്കെ ഒഴിവാക്കി. നല്ല ഒഴിവാക്കി. ഇനി കാട് പോലെ ആക്കുന്നില്ല. പിന്നെ ഈ ബോഗൺവില്ല അങ്ങനെ തൂക്കിയിടുന്നുണ്ട് കേട്ടോ. ബോഗൺവില്ല എന്റെ പിന്നെ നിലത്താ നട്ടത്. എന്റെ ബോഗൺവില്ല പൂടാൻ തുടങ്ങിട്ടോ. ഒക്ടോബർ കയ്യല്ലേ. എന്റെ മണ്ണിന്റെ കളറൊക്കെ കരിയില കമ്പോസ്റ്റ് ആയിട്ടേ ഞാൻ കുറച്ചാൾ ഇങ്ങോട്ട് വാരി കൊണ്ടുവന്നതാ. കണ്ടോ, വെയിറ്റും കുറയും. ഇനിയിപ്പൊ ഇതില് മുളച്ചു വരുമെന്നുള്ളതാ, മറ്റേ പച്ചക്കറി എന്തെങ്കിലും. എല്ലാം അങ്ങോട്ട് നിറച്ചിട്ട് ഒരേ പോട്ടി മിക്സ്. എല്ലാത്തിനും പലതരം ചെടികളാണ്, പോട്ടി മിക്സ് ഒന്നാ. അങ്ങനെ ഞാൻ ഫുള്ളിലും പോട്ടി മിക്സ് നിറച്ചു. കണ്ടില്ലേ എന്റെ കളറ് കണ്ടോ? ഈ ചട്ടിന്റെ കളർ ഇതും ഒരേപോലെ ആയിക്ക്. നല്ല എല്ലാത്തിനും ഞാൻ ചെടി നടട്ടെ കേട്ടോ. ഞാൻ നറുക്കുന്നതൊക്കെ കണ്ടല്ലോ.
പ്ലാസ്റ്റിക് എന്നാലും എവിടെങ്കിലൊക്കെ പ്ലാസ്റ്റിക് കുടുങ്ങും. ഇവിടെ റോഡ് സൈഡാണ്, ഇഷ്ടം പോലെ വാഹനം ഏത് സമയത്ത് ഓടുന്നൊരു റോഡാത്. അപ്പൊ നിങ്ങക്ക് സൗണ്ടിന് പ്രശ്നം ഉണ്ടാവും ചിലപ്പോ. എന്നാ എല്ലാത്തിനും ഞാൻ ചെടി നടട്ടോ, ചെടി കാണിച്ചു തരാം നിങ്ങക്ക്. ഒരു പോട്ടിൽ ഞാന് നടുന്നത് ഇതാ ഈ ജെറേനിയം പൂക്കൾ നോക്ക്, ഇതൊക്കെ മൊട്ട, ഇതൊക്കെ ഞാളായിങ് വരാനുണ്ട്. ഇതാ ഞാൻ നട്ട് വേര് പിടിപ്പിച്ചതാട്ടോ. വേര് പിടിപ്പിച്ചു ഞാൻ നോക്കുമ്പോ അതിന് മൊട്ടുണ്ടായിന്. ഇനിയിപ്പം തന്നെ അത് പൂവിടൂ. ഇപ്പൊ ഈ ചെടിയാ ഞാൻ നടുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ തുടങ്ങട്ടെ. ഒന്ന് നട്ട്, ഇനി ഒന്നും കൂടി ഉണ്ട്. അതിന് തൈ ഉണ്ടാക്കി വെച്ചീന്. അപ്പൊ പിന്നെ ഒന്നും കൂടി വേറെ ഒന്നിന് നടുക. കൊറേ ഉണ്ടല്ലോ പോട്ട്, ഒക്കെ വേര് പിടിപ്പിച്ചീന്. ഒക്കെ വേരാ. അങ്ങനെ വിജയകരമായിട്ട് 2 എണ്ണം നട്ട്. ഇനി വേറെ നടട്ടോ. 2 എണ്ണം ജെറേനിയ. അടുത്തത് ഞാൻ ഡെയ്സിന്റെ ചെടിയാ നടുന്നത്. ഡെയ്സിന്റെ പൂ കാണിച്ചു തന്നത് അങ്ങക്ക് കണ്ടോ. ഇതാണ് ഡെയ്സി പൂ. അതാണ് ഈ ചെടിയാ ഞാൻ നടുന്നത്. ഇതാണ് ഡെയ്സിന്റെ ചെടി. ഞാൻ പിടിപ്പിച്ചതാ. ഞാൻ ഈ ഹാങ് ഓർഡർ ചെയ്തപ്പോ തന്നെ പിടിപ്പിച്ചീന്, ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇതിന്റെ വേര് കണ്ടോ. ആയത് ഇതാ മൊട്ടിട്ട് നിറയെ മൊട്ടൊക്കെ ഉണ്ടായി. നമ്മൾ ഇത്ര മണ്ണ് നിറക്കണ്ടില്ലേനു, കാരണം ഇതിൽ തന്നെ ഉണ്ട്. അങ്ങനെ എല്ലായിടത്തും ആയിക്കോളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ എല്ലാ വ്യത്യസ്ത ചെടികളാ നടുന്നെന്നുള്ളു കേട്ടോ. ചെറിയൊരു തിരുത്ത്. ഇപ്പൊ വ്യത്യസ്ത പറയാത്ത 2 എണ്ണം ജെറേനിയോ ഒരേപോലത്തെ 2 എണ്ണത്തില്. ഇനി ഡെയ്സിയും ഞാൻ 2 എണ്ണം ഒരേപോലെ. ഇത് കുറച്ച് മണ്ണ് കളയട്ടെ, കാരണം ഇത്ര മണ്ണ് വേണ്ട. എന്റെ ആദ്യം ഈ മണ്ണാണ് നല്ലത്. എന്ത് കുറച്ച് കളയാ. വേര് എല്ലാം വന്നിണ് കേട്ടോ. വേര് കണ്ടോ. അങ്ങനെ 2 ഡെയ്സിയും 2 ജെറേനിയും. ഇനിയും ചെടികളുണ്ട് എൻ്റെ അടുത്ത് വേറെ സൈസ്. മണ്ണ് എടുത്തു വെക്കുമ്പോ മണ്ണ് കുറച്ചും കൂടി ഇടണം. എന്റെ ആദ്യത്തെ കറുത്ത മണ്ണാ നല്ലത്. ഇവിടെ വൃത്തികേടാണ്, അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. പണി കഴിഞ്ഞിട്ട് ഞാൻ വൃത്തിയാക്കൂ. ഇത് മുൻഭാഗാ, വൃത്തിയാക്കിയില്ലെങ്കിൽ പണി കിട്ടും. വീടും പരിസരവും എപ്പം വൃത്തി വേണമല്ലോ. ചെടി ഒരു ഭാഗത്ത് വേണം, പച്ചക്കറിയും വേണം, വൃത്തിയും വേണം, എല്ലാം വേണം. കുറച്ച് റിസ്ക്കാ. എന്നോട് വീഡിയോയിൽ ഓരോരുത്തർ ചോദിക്കൂ കമന്റിൽ, നിങ്ങൾക്ക് സഹായിക്കാൻ ആരുണ്ടോന്നുള്ളത്. സഹായിക്കാനൊന്നും ആരും ഇല്ല കേട്ടോ, ഞാൻ മാത്ര. ഞാൻ രാവും പകലുമായിട്ട് പണിയെടുക്കും. എത്ര കാലം ഓടുന്നൊന്നും അറിയില്ല. ഇങ്ങനെ എടുത്ത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. 2 ഡെയ്സി, 2 എണ്ണം, 2 ജെറേനിയ. ഇനി വേറെ ചെടി. അടുത്തത് ബെറോസ് പ്ലാന്റ്. ഇത് ബെറോസ് പ്ലാന്റ് എന്നാ പറയാ. മങ്കി സ്റ്റൈൽ എന്ന് ഇതിന് പേരുണ്ട്. അപ്പൊ ഇത് പിന്നെ ഒരേ ലെവലിലാക്കി കൊടുത്താല് നല്ല രസാ. അപ്പൊ ഞാൻ ഇതാണ് ഞാൻ നടാൻ വിചാരിച്ചത്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന് സൂര്യപ്രകാശം നേരിട്ട് തട്ടിയാൽ ഇതിന് ഒരു കളറ് മാറ്റാം. അപ്പൊ ഞാൻ ഇതിന്റെ ഒരേ ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇത് പിടിപ്പിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇടയ്ക്ക് നനച്ചു കൊടുത്താൽ മതി, സ്ഥിരമായിട്ട് നനക്കണ്ട. ഇത് അങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട് ഇതിന്. നല്ലൊരു പച്ചയാ, തണലത്ത് നിൽക്കുമ്പോൾ നല്ലൊരു പച്ചയാ. ഞാൻ അതങ്ങ് പൊട്ടിച്ചത്. അത് ഞാൻ വേറൊന്നും പിടിപ്പിച്ചില്ല കേട്ടോ. ഞാൻ എല്ലാത്തിനൊന്നും വേര് പിടിപ്പിച്ചില്ല. അത് നേരിട്ടങ്ങ് കൊണ്ടുപോയി നട്ടതാ. ഇത്രയും എടുത്ത് ഇത് മതി, ഒന്നിന് മതി. ബാക്കി പൂക്കൾ. ഇതിന് പൂ വരൂല കേട്ടോ. ഇതിന് പൂ ഞാൻ കണ്ടിട്ടല്ല. ഇത് കൊല്ലങ്ങളോളം നിൽക്കുന്നത്. ഞാൻ നടട്ടെ. ഇങ്ങനെ വക്കിന് വെച്ചു കൊടുത്താൽ മതി. അങ്ങോട്ടേക്ക് ഇങ്ങ് പോയിക്കോളൂ, താഴെ തൂങ്ങിക്കോളൂ. ഇത് എല്ലാരും വിചാരിക്കുന്നത് പ്ലാസ്റ്റിക്കാന്നൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിപ്പോ ജീവനുള്ള ചെടിയാ. ഇത് ബെറോസ് പ്ലാന്റ്. ഇത് ചിലരൊന്നും ഇത് കണ്ടിട്ട് തന്നെ ഇല്ല, ആദ്യമായിട്ടാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇതിന്റെ മുമ്പ് ഇത് ലോങ് വീഡിയോ വിട്ടിരുന്നു.
ഇത് തണ്ട് മുളച്ചുണ്ടാകുന്ന ചെടിയാ. പിന്നെ ഇതിന്റെ ഇത് കണ്ടോ, ഓരോ പച്ച ഇതാ കാണിച്ചു തരാം. ഇത് മുളക്കുന്ന പറയുന്നത്, പക്ഷെ ഞാൻ ഇതുവരെ മുളപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞൂടാ. ഒന്നില് ബറോസ് പ്ലാന്റ്, രണ്ടെണ്ണത്തില് ഡെയ്സി, രണ്ടെണ്ണത്തില് ജെറേനിയ, അങ്ങനെ ഓരോ. ഇനി സാൽവിയ ഒന്നില്. ഇതിന് ഏതാണ് അടി ഏതാ മേലെ തിരിയുന്നില്ല. ഞാനേ ഇത് മുളക്കുന്ന് ഓരോരുത്തർ പറയുന്നുണ്ട്, അതിന്റെ മേലെ ഇട്ട് കൊടുക്കട്ടെ, മുളക്കുകയാണെ മുളക്കട്ടെ അല്ലേ, നമുക്ക് അതിനെ പറ്റി അറിയില്ല. എന്താ അങ്ങനെ 2, 4, 5 ഇനി സാൽവിയന്റെ പൂക്കൾ കാണിച്ചു തരാം. പൂക്കൾ ഭയങ്കര കട്ട ചോപ്പില. ഇതൊന്നും അല്ല, കാണിച്ചു തരാം. ഇതിന്റെ തക്കാളി തയ്യും. ഞാൻ 2 സാൽവിയ നടുന്നുണ്ട്, കാരണം സാൽവിയ തയ്യിന്റെ അടുത്ത് കുറെ ആയിപ്പോയി. എന്താ ഇത് ഞാൻ പൊറ്റിയതായിരുന്നു. കണ്ടോ സാൽവിയ ഉണ്ടായത്, നനക്കാണ്ട വെച്ചതാ, പൊട്ടിച്ചെടുക്കാൻ വേണ്ടിട്ട് നനച്ചാലുണ്ട് കിട്ടൂര. കണ്ടോ സാൽവിയന്റെ നിറയെ വേരാ. ഞാൻ 2 അങ്ങ് നടാന്ന് വിചാരിച്ച്. ഇതിന്റെ മേൽഭാഗം കട്ട് ചെയ്താലുണ്ടല്ലോ ഇങ്ങനെ ചുറ്റും കൂടും. അപ്പൊ ഞാൻ മേൽഭാഗം കട്ട് ചെയ്യും, കുറച്ചും കൂടി നടാ. അതിൻ്റെ അടുത്ത് ചെടി ഉണ്ടല്ലോ. ഇതൊക്കെ വേഗം വളരുന്നതാ, അതൊന്നും വലിയ അധ്വാനുള്ള സംഗതിയല്ല, അത് ആർക്കും കഴിയും. എനിക്ക് കഴിയില്ല എന്നൊക്കെ പറയുന്നവരില്ലേ, അവർക്കൊക്കെ കഴിയും. ഇത് വേഗം എന്താ വേരേ ഉള്ളൂ. അപ്പൊ ഞാൻ നട്ട് കഴിഞ്ഞു. നീ നനച്ചു കൊടുക്കണം. നനച്ചിട്ട് ഞാൻ ആദ്യം നനക്കാണ്ട വെച്ച എന്താ അറിയോ, എനിക്ക് വേഗം കിട്ടാൻ വേണ്ടിട്ടേനു. അപ്പോൾ 2 സാൽവിയ, 2 ഡെയ്സി, 2 ജെറേനിയ, 1 ബറോസ്. ഇനി ഞാന് 10 മണിയാ, ഒന്നില് 10 മണി. അടുത്തത് ബിഗോണിയ. കണ്ടോ ഇതിന്റെ ചുവപ്പ് കളറ്. ഇത് ഞാന് വേറെ വീട്ടിൽ പോയിട്ട് കൊണ്ടുവരും, അവിടുന്ന് ഞാൻ പൊട്ടിച്ച് കൊണ്ടുവന്ന് നട്ട് വേര് പിടിപ്പിച്ചതാ. അപ്പൊ ഞാൻ ഇതാണ് ഇനി നടുന്നത്. കൊറേ കുഞ്ഞി പോട്ടുണ്ടാവും ഇന്ത്യയില്. കണ്ടോ അതിന്റെ ഉഷാറ്, നിറച്ച് വേര് വന്നേണ്. ഒന്നിത്, ഇതാണ് ഇപ്പൊ നിങ്ങൾ പൂക്കൾ കണ്ടുള്ളൂ. ഇതിനൊക്കെ നല്ല അടിപൊളി പൂവുണ്ടാവും. ഇതിന് പൂവുണ്ടാകാൻ ഒരു ടൈമുണ്ട്. ഇതിന് പിന്നെ ഏത് സമയത്തും പൂവുണ്ടാവും. അങ്ങനെ ബിഗോണി നട്ട് ഇനി 10 മണി, ഇനി ഒരു 10 മണിയും കൂടെ ഉണ്ട്. ഇത് ചോപ്പ, ഇനി ഒരു മഞ്ഞ ഉണ്ട് ഇതില്, ആ മഞ്ഞയും കൂടി അങ്ങ് നടട്ടെ. ഇതൊക്കെ ഹാങ് ചെയ്യാ നല്ലത്. മഞ്ഞ 10 മണിയാ. ഞാൻ മഞ്ഞ 10 മണി ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പിടിപ്പിച്ചതാ. ഇതിന് വലിയ അധ്വാനമല്ല കേട്ടോ, ഇത് പിടിപ്പിക്കാനൊന്നും അധ്വാനമൊന്നുമില്ല, അത് വേഗം ഉണ്ടാവും. അപ്പൊ ഞാനത് പൊട്ടിച്ചിട്ട് ഈ ഭാഗത്തൊക്കെ ഇതിങ്ങനെ ആക്കാന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു എൻ്റെ പ്ലാന്. ഇതിങ്ങനെ അങ്ങ് കുത്തി കൊടുക്കട്ടെ, എല്ലാ ഭാഗത്തും ആണല്ലോ ഇത്. അങ്ങനെ ഫുള്ള് മേശപ്പുറം നിറച്ചു. എൻ്റെ അടുത്ത് മേശപ്പുറത്തിന് സ്ഥലമല്ല, അത്രക്കും ചെടികളാ ഹാങ് ചെയ്യുന്നത്. ഇനി ഞാൻ ഹാങ് ചെയ്യട്ടെ കേട്ടോ, ഹാങ് ചെയ്തിട്ട് കാണിച്ചു തരാം. ചെടിയൊക്കെ കഴിഞ്ഞു, എല്ലാം മണ്ണ് നിറച്ച് ചെടി നട്ട് ഇനി ഹാങ് ചെയ്യാൻ പോവുക. ഇതിന് മാത്രമേ ഇപ്പം പൂവായുള്ളൂ, ബാക്കിയുള്ള പൂവെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന് പിന്നെ പൂവ് ഉണ്ടാവൂല, ഇതിനൊന്നും. ഇതിന് മൊട്ട് വന്നു, മൊട്ട് വന്ന്, ഇതിന് മൊട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് ഹാങ് ചെയ്യാൻ പോകുന്നത്. എല്ലാരുടെ വീട്ടിലും ബോഗൺവില്ലയൊക്കെ പൂക്കാൻ തുടങ്ങിയോ? ഇവിടെ അങ്ങ് തുടക്കം കുറിച്ചു. ആ മഞ്ഞ ബോഗൺവില്ല അല്ല കേട്ടോ, ഒരു മഞ്ഞപ്പൂവാണിത്, ഓറഞ്ച് ബോഗൺവില്ല പൂ തന്നെയാ. പൂട്ട് വരാൻ തുടങ്ങി.
നല്ലൊരു കളറാ. ക്യാമറയിൽ എങ്ങനെ കാണുന്നത് അറിയില്ല, നേരിട്ട് കാണുമ്പോ നല്ലൊരു കളറാ. ഇത് ബാൾസം പൂട്ട് വരുന്നേ ഉള്ളൂ. ഇതവിടെ ഞാൻ ഹാങ് ചെയ്ത സാൽവിയ എന്ന് പറഞ്ഞില്ലേ, ആ സാൽവിയന്റെ പൂവാ ഇത്. ഇങ്ങനത്തെ പൂ വരും ഇനിയിപ്പൊ അതിന്. ഇത് ചെണ്ടുമല്ലിന്റെ ചെറിയ ടൈപ്പ് എന്നാ ഞാൻ പറയല്. പേരെന്താ അതിന്റെ ഒന്നും അറിയില്ല. അതിന്റെ പേരറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. നല്ല ഭംഗിയാ കാണാന്, കണ്ടില്ലേ? ഇത് നാടൻ ബാൾസ, നാടൻ, നല്ല കളറാ. ഇത് വേറെ ഒരു പൂവാട്ടോ, വെള്ള കളറുള്ളത്. ഈ പൂവിന്റെ പേരൊന്ന് പറയണേ, എനിക്ക് പൂവിന്റെ പേരറിയില്ല. കണ്ടോ എന്തൊരു ഭംഗിയാ ഈ പൂവിന്റെ ഒക്കെ ഒരു. ഞാൻ അതാ ഈ പിടിപ്പിച്ചത്. ഇതൊന്നും ആരിപ്പം പിടിപ്പിക്കലൊന്നും ഇല്ല, ഞാൻ പിടിപ്പിച്ച ഇതിന്റെ ഭംഗിയോണ്ടാ. കണ്ടോ ഇതിന്റെ ഭംഗിയുണ്ടോ? ഈ ബോഗൺവില്ലേന്റെ കളറ് നോക്കി, എന്തൊരു രസാലേ, നല്ലൊരു കളറ്. ഇതാ പൂട്ട് വരുന്നേ ഉള്ളൂ. ഇത് ഓറഞ്ച്, ഇവിടെ മഞ്ഞയുണ്ട്. പൂക്കൾ കാണിച്ചു തന്നില്ല, പലതരം പൂക്കള്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ട ഉള്ളിപ്പൂട്ടിട്ട് നല്ല ഭംഗിട്ടോ, എന്ത് രസാ കാണാൻ ഉള്ളിന്റെ പൂവ്. എന്താ ഈ തണ്ട് തോരൻ വെക്കാന്നൊക്കെ പറയുന്നുണ്ട്, എന്തോ എനിക്കത് വേണ്ടേറ്റ്. ഇതാ ഉള്ളിപ്പൂ കണ്ടോ, അടിപൊളിയാ. എല്ലാം ഹാങ് ചെയ്തു. ഹാങ് ചെയ്ത് കണ്ടോ, ചെടി നട്ട് ഹാങ് ചെയ്തു, പല വർണ്ണങ്ങളിലുള്ള. ഇനിയിപ്പൊ ഞാൻ ഇത് നനക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇങ്ങനെ അങ്ങ് പൈപ്പ് ഇടിച്ചാ മതി. വേറെ ഹാങ് ചെയ്യാനുള്ളതാ സ്റ്റെപ്പ്, അതും ഉണ്ട്. അതുകൊണ്ടൊക്കെ നല്ല സുഖ. ഇങ്ങനെ അങ്ങ് ചെയ്താല് ഇനി അങ്ങ് ഉഷാറില് വളരും. ഇതെല്ലാം പൂക്കൾ ഉണ്ടാകുന്നതാ. ഇപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ ഹാങ് ചെയ്ത് നനക്കലുള്ളതൊക്കെ കഥകളൊക്കെ പറയണേ. ഏതെല്ലാം ചെടികളാണ് ഹാങ് ചെയ്ത്, ഏതാ നല്ലത് ചെയ്യാനെന്നൊക്കെ ഉള്ളത് പറയണം. അപ്പൊ കണ്ടില്ലേ, ഞാൻ വാങ്ങി മണ്ണ് നിറച്ച് ചെടി വെച്ച് ഹാങ് ചെയ്തു. അപ്പൊ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.